ഈ ദിലീപിനെയാണ് ശരിക്കും നമ്മൾ കാത്തുനിന്നത്. ഇപ്പോൾ മഹാരാജ് കോളേജിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ദിലീപിന്റെ കൂടെ ആരോ കൂടെ വരുന്നുണ്ട്, സഹായിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഹായ് ഹായ് ദിലീപേ. ഹായ്, നമസ്കാരം. സുഖം. മുൻപ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കളിച്ചിരുന്നു. ചെസ്സില് ഫിഡെ റേറ്റഡ് പ്ലെയർ ആണ്. 2012 അണ്ടർ-15 നാഷണൽ ബ്ലൈൻഡ് ചാമ്പ്യൻ ആയിരുന്നു. ഈ ചെസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ കാഴ്ചയില്ലാത്തവരും കാഴ്ചയുള്ളവരും തമ്മിൽ ഒരു വ്യത്യാസമില്ലാതെ കളിക്കുന്ന ഒരു കളി ചെസ് മാത്രമേ ഉള്ളൂ നമ്മുടെ കൂട്ടത്തില്. ഇത് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ക്രിക്കറ്റ് ബോളാണ്. സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. വെളിച്ചം കാണാനൊക്കെ വേറെ അത് കാഴ്ചയൊന്നുമില്ല. അപ്പൊ ഈ എൻ്റെ ഒരു അവസ്ഥയിലുള്ള സ്വപ്നങ്ങൾ മാത്രമേ എനിക്ക് അനുഭവിക്കാൻ പറ്റാറുള്ളൂ. എൻ്റെ ബ്ലോഗിങ്ങിൽ എനിക്കൊരു ഉദ്ദേശമുള്ളൂ, അതായത് നമ്മുടെ വിഷ്വലി ഇംപയർഡിനെ കുറിച്ചിട്ട് സൊസൈറ്റിക്ക് മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ ഈ വൈക്കേന് ഇത് എന്തുകൊണ്ട് ഞാൻ ഇത് ഉപയോഗിച്ച് നടക്കുന്നു, എന്തിനാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. അതോടൊപ്പം ഒരു വിഭാഗത്തെ സ്ട്രെങ്തൻ ചെയ്യാൻ, ഒരു എംപവർ ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. പുസ്തകം കണ്ടോ നിങ്ങൾ? ഇതൊരു ബ്രെയിൽ പുസ്തകമാണ്. ഇതിൽ കാണുന്ന കുത്തുകൾ തൊട്ടിട്ടാണ് നമ്മളെ പോലെയുള്ള കാഴ്ചയില്ലാത്ത വ്യക്തികൾ പുസ്തകങ്ങൾ വായിക്കുന്നത്. ഞാനൊരു വിഷ്വൽ വേൾഡില് ആണ് ഞാൻ ഇറങ്ങി ചെല്ലുന്നത്. അപ്പൊ അതിൻ്റെതായ പരിമിതികൾ ഉണ്ടാവും. ആൾക്കാർ എല്ലാ സമയത്തും നമുക്ക് അവൈലബിൾ ആണെന്നില്ല. മഹാരാജസിനെ പഠിക്കുകയാണ്. സീനിയർ ആയിരുന്നു നിങ്ങള്. അപ്പം ഇപ്പൊ ആരാണ് ജൂനിയർ? അല്ല, ഇപ്പൊ ഞാൻ ജൂനിയർ. ഞങ്ങൾ ഡിഗ്രി ഒരാളെ പഠിക്കണുള്ളൂ അല്ലേ? ആ പേര് ദിലീപേ. എന്തുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. ബ്ലോഗിംഗ് ഒക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? അടിപൊളിയായിട്ട് പോകുന്നു. ഞാൻ ശരിക്കും അധികം കേട്ടിട്ടില്ലേ ബ്ലൈൻഡ് ബ്ലോഗേഴ്സിനെ കുറിച്ച്. ക്രിക്കറ്റ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടു. അപ്പോഴാണ് ഞാൻ ഇംപ്രസ്ഡ് ആയത്. ഭയങ്കര രസകരമായി ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ആരെങ്കിലും സഹായിക്കാനുണ്ടായിരുന്നോ ദിലീപേ? അത് നമ്മുടെ അസോസിയേഷൻ ഉണ്ട്, അവർക്ക് വേണ്ടി ഷൂട്ട് ചെയ്തായിരുന്നു. അപ്പൊ അവരെ ഒരു ക്രിക്കറ്റിന്റെ ഒരു ബ്ലൈൻഡ് ക്രിക്കറ്റിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു അത്. ദിലീപ് ശരിക്കും ബ്ലോഗറാണ്, ചെസ് ചാമ്പ്യൻ ആണ്, യൂണിവേഴ്സിറ്റി തലത്തിൽ മിമിക്രിയിൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ ആക്ടിവിറ്റീസ്? ഇത് ഒന്നാണ്. പിന്നെ മുൻപ് ബ്ലൈൻഡ് ക്രിക്കറ്റ് കളിച്ചിരുന്നു. ചെസ്സില് ഫിഡെ റേറ്റഡ് പ്ലെയർ ആണ്. 2012 അണ്ടർ-15 നാഷണൽ ബ്ലൈൻഡ് ചാമ്പ്യൻ ആയിരുന്നു. ഈ ബ്ലോഗിങ്ങിലേക്ക് കടക്കുന്നത് എങ്ങനെയാ ശരിക്കും? ബ്ലോഗിങ്ങിലേക്ക് കടക്കുന്ന പറഞ്ഞാല് എനിക്ക് ഫസ്റ്റ് ഒരു അമേരിക്കൻ ആയിട്ടുള്ളൊരു വിഷ്വലി ഇംപയർഡ് ആയിട്ടുള്ളൊരു ലേഡി ഉണ്ട്, മോളി എന്ന് പറഞ്ഞിട്ട്. അവരൊരു ഇങ്ങനെ ഒരു വ്ളോഗ് ചെയ്യുന്ന ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് കേൾക്കാനിടയായി, ആ ഒരു വീഡിയോ കാണാനിടയായി. അപ്പോൾ അവരിൽ നിന്നാണ് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായത്. പിന്നീട് ഞങ്ങൾ ഈ കൊറോണ സമയത്ത് വീട്ടിലിരുന്ന സമയത്ത് അനിയത്തിയ പറഞ്ഞ് ഇങ്ങനെ ഒന്ന് തുടങ്ങിയ രസമായിരിക്കും എന്നല്ലേ പറഞ്ഞു. അങ്ങനെയാണ് വ്ളോഗിങ് തുടങ്ങിയത്. പിന്നെ അവളായിരുന്നു മൊത്തം ആദ്യ സമയത്തൊക്കെ കുറേ കാര്യങ്ങൾ, ഇപ്പോഴും പല കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ അവളാണ് ചെയ്തു തരുന്നത്. പിന്നെ ഒരുപാട് എൻ്റെ സുഹൃത്തുക്കളും ചുറ്റുമുള്ളവരെല്ലാവരും ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ കൂടി